മോത്തി ചൂരൽമലയിൽ തന്നെ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ചൂരൽമല മുണ്ടക്കൈയിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ തന്നെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഈ പുഴയോരത്തുള്ള വെള്ളാർമല ഹൈസ്കൂളിലടക്കം വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. പുഴയോരത്തെ കെട്ടിടങ്ങളിലും ചൂരൽമല ടൗണിലടക്കം വലിയ രീതിയിൽ ചെളി അടിഞ്ഞിട്ടുണ്ട്. ഈ സ്കൂളിന്റെ പരിസരത്ത് നിന്നാണ് ആദ്യം 2 മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. ഇതുവരെ 4 മൃതദേഹങ്ങൾ ചൂരൽമലയിൽ നിന്ന് തന്നെ കണ്ടെടുത്തിരിക്കുന്നു. അതിലൊന്ന് ഒരു വിദേശ പൗരൻ, ഒരു ആഫ്രിക്കൻ രാജ്യത്തു നിന്നുള്ള പൗരന്റേതാണ് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. വിനോദസഞ്ചാരിയാണോ എന്നൊന്നും അറിയില്ല. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് ഇത്രയും വലിയ രീതിയിലുള്ള ഒരു ഉരുൾപൊട്ടൽ മുണ്ടക്കൈ മേഖലയിൽ ഉണ്ടാകുന്നത്. മുണ്ടക്കൈയിൽ നിന്ന് പുഴ ഒഴുകി വരുന്ന ചൂരൽമലയിലടക്കം വലിയ രീതിയിൽ വെള്ളം കയറി. മുണ്ടക്കൈയിലേക്ക് ഇപ്പോഴും മാർഗമില്ല. പുഴയ്ക്ക് കുറുകെയുള്ള പാലം ഒലിച്ചു പോയിരിക്കുന്നു. പുഴ വലിയ വീതിയിൽ നിറഞ്ഞൊഴുകുന്നു. മുഴുവൻ സ്ഥലങ്ങളും, പുഴയോരത്തുള്ള സ്ഥലങ്ങളൊക്കെ ഏതാണ്ട് തുടച്ചു നീക്കി പുഴ കുത്തി ഒലിച്ച് ഒഴുകുന്നു. 1-ലധികം തവണ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്നുള്ളതാണ് വിവരം. 1 മണിക്ക് ശേഷമാണ് ആദ്യത്തെ പൊട്ടൽ എന്ന് പറയുന്നു. പിന്നീട് അവിടെ നിന്ന് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായി. എന്തായാലും NDRFന്റെ 1-ലധികം സംഘങ്ങൾ പുഴ കടന്ന അക്കരയ്ക്ക് പോയിട്ടുണ്ട്. അവിടെ എന്താണ് സാഹചര്യം, അവിടുത്തെ ഗുരുതരാവസ്ഥയെ കുറിച്ച് ഇപ്പോഴും നമുക്ക് വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അക്കരെ നിന്ന് ഒരു വിവരവും ലഭിക്കുന്നില്ല എന്നാണ് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഫോണുകൾ ഓഫായി പോയിരിക്കുന്നു. അവിടെ ആർക്കൊക്കെ എന്തൊക്കെ അപകടം പറ്റിയിരിക്കുന്നു എന്നുള്ളത് വ്യക്തമല്ല. ഈ മുണ്ടക്കൈ എന്ന് പറയുന്നത് ഒരു ഡെഡ് എൻഡാണ്. അതിനപ്പുറത്ത് മലപ്പുറം ജില്ലയിലെ വനമേഖലയാണ്. നിലമ്പൂർ വനമേഖലയോട് അതിർത്തി പങ്കിടുന്ന വഴിയാണ്. മലപ്പുറവുമായി അതിർത്തി ഉണ്ടെങ്കിൽ കൂടി ആ പ്രദേശത്തേക്ക് റോഡ് ആക്സസ് ഇല്ല. മുണ്ടക്കൈയിൽ റോഡ് അവസാനിക്കുകയാണ്. ആ റോഡ് അവസാനിക്കുന്ന സ്ഥലത്താണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. പക്ഷെ അങ്ങോട്ടുള്ള റോഡ്, ഈ ചൂരൽമലയിൽ തന്നെ പാലം ഒലിച്ചുപോയി ആ റോഡ് ബ്ലോക്ക് ആയിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത്. പുഴ കടന്നല്ലാതെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. ഏറ്റവും അടിയന്തരമായ ആവശ്യം എന്ന് പറയുന്നത് ഈ ഗതാഗതം പുനഃസ്ഥാപിക്കുക, അങ്ങോട്ട് ആക്സസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വെള്ളാർമല സ്കൂൾ പരിസരത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട്. അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരുപാട് രക്ഷാപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ഇവിടെയുണ്ട്. ആംബുലൻസുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട്. ചൂരൽമലയിൽ നിന്ന് സ്കൂൾ പരിസരത്ത് നിന്ന് അടക്കമായി 4 മൃതദേഹങ്ങൾ ഇതിനോടകം കണ്ടെടുത്തിരിക്കുന്നു. ഇനിയും ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന വ്യക്തമല്ല. മഴ ഇടയ്ക്ക് ശക്തമായി പെയ്യുന്നു, ഇടയ്ക്ക് മഴ കുറഞ്ഞു നിൽക്കുന്നു. അതാണ് ഇവിടുത്തെ കാലാവസ്ഥ. ഇന്നലെ നമ്മൾ ഈ പ്രദേശത്ത് വന്നു പോയതാണ് മോത്തി. മുണ്ടക്കൈക്കും അപ്പുറത്ത് മലയിലേക്ക് പോകുന്ന വഴിയിൽ പുഞ്ചിരിവട്ടം എന്ന സ്ഥലത്തു നിന്നാണ് ഞാനൊരു ഡെപ്പ് ചിത്രീകരിച്ച് മടങ്ങിയത്. തിരിച്ചു പോകുന്ന വഴിക്ക് ഈ ചൂരൽമലയിലെ ചായക്കടയിലടക്കം കയറി വിഷ്ണുനൊക്കെ അയച്ചാണ് പോയത്. അപ്പോഴേക്ക് ശാന്തമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം മഴ കുറവായിരുന്നു ഈ ഭാഗത്ത്. രാത്രിയാണ് വീണ്ടും മഴ കനത്തത്. ഞങ്ങൾ വരുന്ന സമയത്ത് അത്ര ശക്തമായ മഴയില്ല. ഞങ്ങൾ ഈ പുഴയുടെ ഇപ്പോഴീ ആർത്തലച്ചൊഴുകുന്ന പുഴയുടെ ഏതാണ്ട് ഉത്ഭവസ്ഥാനത്ത് നിന്നാണ് ആ ഡെപ്പ് ചിത്രീകരിച്ചത്. പുഞ്ചിരിമട്ടം പാലം എന്ന് പറയുന്ന സ്ഥലത്ത്. ആ പാലത്തിന്റെയൊക്കെ അവസ്ഥ, അവിടെയൊക്കെ പുഞ്ചിരിമട്ടം പ്രദേശമൊക്കെ വലിയ രീതിയിൽ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമാകുന്ന വിവരം. എന്തായാലും മുണ്ടക്കൈയിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും വ്യക്തമായ ഒരു ചിത്രമില്ല. മൂട്ടി, ആ വിദേശ പൗരനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാണോ? കൂടുതൽ വിവരങ്ങൾ മൂട്ടി, നമുക്ക് അത്തരം വിവരങ്ങൾ ഒന്നും ശേഖരിക്കാനുള്ള ഒരു സാവകാശം കിട്ടിയിട്ടില്ല. ബോഡി കണ്ടെടുത്ത രക്ഷാപ്രവർത്തകരാണ് അതൊരു വിദേശ പൗരന്റേതാണ് എന്ന് എന്നോട് പറഞ്ഞത്. അതിലപ്പുറമുള്ളൊരു വിവരം ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്നില്ല. മൂട്ടി, കമൽ, അവിടെ രക്ഷാപ്രവർത്തകരായി ഇപ്പോൾ ആരൊക്കെയാണ് ഉള്ളത്? ഏതൊക്കെ സംഘങ്ങളാണ്? പ്രാദേശിക സംഘങ്ങളാണോ അതോ NDRFന്റെ സംഘമാണോ? ആരൊക്കെയാണ് അവിടെ ഉള്ളത്? എത്ര പേരുടെ ഒരു സംഘമാണ് അപ്പുറത്തേക്ക് പുഴ കടന്ന് പോയിട്ടുള്ളത്? NDRFന്റെ പുഴ കടന്നു പോയ ഒരു സംഘത്തിൽ 20 പേരാണ് ഉണ്ടായത്. മറ്റൊരു സംഘം കൂടി പോയിട്ടുണ്ട് എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇവിടെ ഈ ചൂരൽമല പ്രദേശത്ത് പോലീസുണ്ട്, വനം വകുപ്പുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, നാട്ടുകാരുണ്ട്. ഈ മേപ്പാടി, ഇവിടെ നിന്ന് അടുത്ത ഒരു പ്രദേശം പഞ്ചായത്ത് ആസ്ഥാനം എന്നൊക്കെ പറയുന്നത് മേപ്പാടിയാണ്. മേപ്പാടി ടൗണിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ രാത്രി 1 മണി 2 മണി സമയത്ത് തന്നെ ഇങ്ങോട്ട് ഓടിയെത്തിയിരുന്നു. അവരൊക്കെ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ MLA CK ശശീന്ദ്രനും പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, കലക്ടർ, SP തുടങ്ങിയ ആളുകളൊക്കെ ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഏകോപിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഈ മുണ്ടക്കൈയിലെ വിവരം ലഭ്യമാകുന്നില്ല. മുണ്ടക്കൈയിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ചൂരൽമലയിലെ രക്ഷാപ്രവർത്തനങ്ങൾ നല്ല നിലയ്ക്ക് നടക്കുന്നുണ്ട്. ഫയർഫോഴ്സും
ഫോറസ്റ്റ്, പോലീസ്, നാട്ടുകാരൊക്കെ സജീവമായി ഇവിടെയുണ്ട്. അവിടെ ഓടി രക്ഷപ്പെട്ട് എത്തിയവർ, ഇപ്പുറം മറുകരയിലുള്ള ഈ മഴയുടെ ദുരിതം അനുഭവിക്കുന്നവർ, ഇവർക്കൊക്കെ വേണ്ടി ദുരിതാശ്വാസ ക്യാമ്പും അതുമായി ബന്ധപ്പെട്ട സജ്ജീകരണങ്ങളും എല്ലാം അവിടെ തയ്യാറല്ലേ? ക്യാമ്പൊക്കെ ഇന്നലെ തന്നെ പുഞ്ചിരിമട്ടത്തു നിന്നൊക്കെ ആളുകളെ മാറ്റിയിരുന്നു. മേപ്പാടി ആശുപത്രിയിലടക്കം എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. തൊട്ടടുത്ത് തന്നെയാണ് ഓപ്പൺസ് മെഡിക്കൽ കോളേജ്, സ്വകാര്യ മെഡിക്കൽ കോളേജും മേപ്പാടിയിൽ നിന്ന് അധികം അകലെയല്ല. പക്ഷേ ഈ മുണ്ടക്കയിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഏറ്റവും വലിയ വെല്ലുവിളി. മറ്റ് സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടമാണെങ്കിലും മറ്റെല്ലാ സംവിധാനങ്ങളും വളരെ സജീവമാണ്.